ചിലർ ഞെട്ടലോടെയും ചിലർ കയ്യടികളോടെയും സ്വീകരിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു, ഒരു തീരുമാനമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ നടത്തിയത്. ഗാസയെ ഒരു വികസിത പ്രദേശമാക്കി മാറ്റും. ഗാസയിൽ നിന്നും അവിടെ വസിക്കുന്നവർ ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു പലായനം ചെയ്യേണ്ടി വരും. അവരെ സ്വീകരിക്കുവാൻ രാജ്യങ്ങൾ തയ്യാറാകണം എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന. ഗാസയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനത്തെ ചിലർ ആശങ്കയോടെ സ്വീകരിച്ചു, ചിലർ കയ്യടികളോടെ സ്വീകരിച്ചു. ഡൊണാൾഡ് ട്രംപ് നടത്തിയ അതിനിർണായകമായിട്ടുള്ള ഈ ഒരു തീരുമാനം അത് മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ, ഒപ്പം തന്നെ ലോക സമാധാനത്തിന് അത് എത്രത്തോളം ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരിക്കും. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ലിയോ റോബിൻ. ഈ ജനുവരി 20 തീയതി 2025 ജനുവരി മാസം 20 തീയതി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റതിന് ശേഷം നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ സർജിക്കൽ സ്ട്രൈക്കുകളുടെ ഒരു മാലപ്പടക്കം തന്നെ നമുക്ക് അമേരിക്കയിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വിഷയങ്ങളിൽ വളരെ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് നിറഞ്ഞ ഒരു ഡിസിഷൻസ്, തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള അതിൻ്റെ ഒരു ചേതവികാരം എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സുരക്ഷിതത്വം. ഏറ്റവും ഒടുവിൽ ലോകത്തെ തന്നെ അതിശയിപ്പിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, ഒരു പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ നടത്തിയ ആ ഒരു കൂടിക്കാഴ്ച മധ്യം, അതായത് ഈ ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെ നിന്നും പാലസ്തീനികളെ മാറ്റും, അത് വലിയൊരു വികസിതമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റും, അവിടെ വലിയൊരു റിസോർട്ടുകൾ അല്ലെങ്കിൽ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ളൊരു മേഖലയാക്കി മാറ്റുമെന്ന ഒരു വമ്പൻ പ്രഖ്യാപനം. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ക്രേസി ഐഡിയ എന്ന് തോന്നുമെങ്കിലും വളരെ 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 ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആ ഒരു തീരുമാനത്തിനുണ്ട് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസ എന്ന ഒരു പ്രദേശത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരി തന്നെയാണ് ഈ ഹമാസ്. നമ്മൾ ഈ ഹമാസിന്റെ ജനന കാലഘട്ടം മുതൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഹമാസിനെതിരെ നിരവധി നടപടികൾ, അത് സൈനികമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിക്കോട്ടെ, അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടും ഈ ഗാസ ഹമാസ് വിമുക്തമാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗാസയിൽ നിന്നും ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിട്ടാണ് ട്രംപിന്റെ ഈ ഒരു തീരുമാനത്തെ പലരും കാണുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നത്, അതായത് ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലവിളികളായിരുന്നു എവിടെ നാം കേട്ടുകൊണ്ടിരുന്നത് ഈ ഒക്ടോബർ 7 ശേഷം, അതായത് ഈ ലെഫ്റ്റിസ്റ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന്, ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ട്രംപിന്റെ ഒരു ഐഡിയ പ്രകാരം ഗാസയെ ഒരു വികസിത പ്രദേശമാക്കി മാറ്റും, ആ മേഖലയെ വലിയ രീതിയിലുള്ള വികസിത പ്രദേശമാക്കി മാറ്റും, അതായത് പാലസ്തീനികളുടെ ഒരു ദുരന്തം അവസാനിപ്പിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗാസ പ്രേമം നടിക്കുന്നവർ കയ്യടികളോടെ സ്വീകരിക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവർ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രേമം എന്ന് പറയുന്നത് ഗാസയോടല്ല, ഹമാസിനോടാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ചിലരുടെയൊക്കെ ഒരു സ്വഭാവം പുറത്തേക്ക് ചാടുന്നത്. ഈ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആ ഒരു യുദ്ധം, അതിനെതിരെ ഘോരം പ്രസംഗിച്ചവർ, അല്ലെങ്കിൽ അഭയാർത്ഥികളെ ഒക്കെ സ്വീകരിക്കണമെന്ന് ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഈ പാലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കും, ആര് സ്വീകരിക്കുമെന്ന ചോദ്യം ഉയർത്തിയപ്പോൾ നിശബ്ദരായിട്ടിരിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ലിയോ, നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ട്രംപിന്റെ ഒരു തീരുമാനം, നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രശ്നങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രം തന്നെയാണ് ഈ ഗാസ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സാധാരണ ജനങ്ങളല്ല, ഹമാസ് തന്നെയാണ്. സാധാരണ ജനങ്ങൾക്കും അതിൻ്റെ അകത്ത് പങ്കാളിത്തമുണ്ട്, കാരണം ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് മൂലം. പക്ഷേ നമ്മൾ അവിടെ ചിന്തിച്ചു നോക്കുമ്പോൾ ഹമാസ് അവിടെ സൃഷ്ടിച്ച ഒരു സാമൂഹികമായിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ടതല്ല. ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ ഈ ഹമാസ് ഈ ഗാസയിലെ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയെ പറ്റി പലരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഹമാസ് നിലവിൽ അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ, അതിൽ ഹമാസിന്റെ ഒരു പങ്ക്, അതൊന്ന് ആദ്യഘട്ടത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ വർഷങ്ങളായിട്ട് ഇസ്രായേൽ ഹമാസ് ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നൊരു പ്രദേശമാണല്ലോ. ഈ പശ്ചിമേഷ്യയിൽ ഈ ഹമാസിൻ്റെ ഇരകളായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾ മാറിയിട്ടുള്ളത്. അത് ഹമാസിൻ്റെ മാത്രമല്ല, ലോകത്തുള്ള ഈ റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഇര തന്നെയാണ് ഗാസയിൽ താമസിക്കുന്ന ജനങ്ങൾ. പാലസ്തീനിയൻ ജനത
പണ്ട് മുതലേ ഗാസൻ ജനതയായിട്ട് വേർപെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. വെസ്റ്റ് ബാങ്കിൽ. വെസ്റ്റ് ബാങ്കിലെ ജനങ്ങളും ഗാസയിലെ ജനങ്ങളും വേറിട്ട് ജീവിക്കുന്നവരാണ്. രണ്ട് അതോറിറ്റികളാണ് ഈ രണ്ട് സ്ഥലത്തും ഭരണം നടത്തുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇവിടെ പാലസ്തീനിയൻസ് ആണ്, അവരുടെ അടിസ്ഥാനപരമായിട്ട് അവർ പാലസ്തീനിയൻസ് ആണ്. ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഒക്ടോബർ 7 ഈ സംഭവത്തിന് ശേഷമാണ് ഇത്ര പ്രശ്നം രൂക്ഷമാകുന്നത്. അതിനു മുമ്പ് ഈ ആക്രമണങ്ങൾ അങ്ങോട്ട് നടക്കും, തിരിച്ച് പ്രത്യാക്രമണം നടക്കും. ഇതിങ്ങനെ ആസ് യൂഷ്വലി എല്ലാ വർഷവും നടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത്ര വലിയൊരു മാസീവായിട്ടുള്ള അറ്റാക്ക് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ശേഷം നടന്നപ്പോൾ അതിനുശേഷം ഇസ്രായേൽ ചിന്തിച്ചത് ഇനി ഇത് തുടരാൻ പാടില്ല. എല്ലാ പ്രാവശ്യവും അതിന് സൊല്യൂഷൻ നടക്കും, സീസ് ഫയർ ഉണ്ടാവും. അതിനുശേഷം പുതിയ ആക്രമണങ്ങളിലേക്ക് ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം എങ്ങനെ കാണും എന്നുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അത് ഇസ്രായേൽ മാത്രം എടുത്താൽ അതിന് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, അത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് ട്രംപ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അമേരിക്ക മുൻകൈയെടുത്ത് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് വലുതാണ്. അവരുടെ ഒരു ആക്ടിങ് അല്ലെങ്കിൽ അവർ പറയുമ്പോഴുള്ള ഒരു കമാൻഡിങ് പവർ അത് ഇസ്രായേൽ പറഞ്ഞാൽ ചിലപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളായിട്ട് കാണുന്നൊരു ഒരു 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 മുദ്രാവാക്യമാണ് സേവ് ഗാസ. ഇപ്പോൾ ശരിക്കും ഗാസയെ സേവ് ചെയ്യാൻ ട്രംപ് തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗാസയെ സ്നേഹിക്കുന്നു എന്ന് കപടമായി സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അത് പറയുന്ന ആളുകൾ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഗാസയിലെ ജനങ്ങളാണ് ഇവരുടെ ഒരു തുറുപ്പ് ചീട്ട്. പ്രത്യേകിച്ച് ഹമാസിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം തന്നെയാണ് ഗാസയിലെ ജനങ്ങൾ. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഗാസയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടുള്ള വലിയ കവാടങ്ങൾ അല്ലെങ്കിൽ ആർച്ചുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തകർന്ന തരിപ്പണമായ കെട്ടിടങ്ങളും. അപ്പോൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ അവിടെ പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹമാസ് പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നു. പക്ഷേ അത് കൊല്ലപ്പെട്ടതിൻ്റെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ ഡബിളായിട്ട് അവർ ഈ ഒരു പ്രധാന മേഖലയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാരണം ഇപ്പോൾ ഇസ്രായേലിന് ഈ ഒരു സീസ് ഫയറിൻ്റെ ഭാഗമായിട്ട് അവർ അറ്റാക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം അതിനെ അനുകൂലമായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ വാർത്ത പുറത്തേക്ക് വന്നത്. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ സൈന്യത്തോട് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശം നൽകിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഗാസയിൽ നിന്ന് സ്വമേധ ഒഴിഞ്ഞു പോകാൻ ആഗ്രഹമുള്ള പാലസ്തീനിയൻസിന് അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം ഇസ്രായേൽ സൈന്യം ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇസ്രായേൽ പ്രതിരോധ സേന മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ വിമാനത്താവളങ്ങളിൽ നിന്ന് അവർക്ക് അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. കാരണം ഗാസയിൽ അങ്ങനെയുള്ള ആക്സസ് ഒന്നുമില്ല, എയർപോർട്ടില്ല, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അത് ഇസ്രായേലിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ഈജിപ്തിനെ ആശ്രയിക്കണം, ജോർദാനെ ആശ്രയിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യം ഇസ്രായേൽ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഗാസയെ ഫുള്ള് ഒഴിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ പദ്ധതി ഒരുങ്ങുന്നത്. ട്രംപിനൊപ്പം ചേർന്ന് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അത് വളരെ കറക്റ്റാണ്. അപ്പോൾ ലിയോ പറഞ്ഞ വളരെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഗാസൻ വിഷയത്തിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ വിഷയത്തിലൊക്കെ ഇസ്രായേലിൻ്റെ ഒരു വോയിസ് മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ അമേരിക്ക നയിക്കാൻ ഉറച്ചൊരു ഭരണകൂടമുണ്ട്, ഉറച്ച നിലപാടുള്ളൊരു വ്യക്തിത്വമുണ്ട്. ആ ട്രംപിൻ്റെ നിലപാട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെ വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങൾ അവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോബിൻ, നമുക്ക് ഈ ഗാസ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ഒപ്പം ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ട്രംപ് എടുക്കുന്ന ഓരോ നിലപാടും നമുക്കറിയാം. ഈ പനാമ കനാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുന്ന കാര്യങ്ങൾ, കാനഡയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആളൊരു തീരുമാനം എന്ന് പറയുന്നത് 1-2 ദിവസത്തെ ഒരു ലാഭം നോക്കിയിട്ട് ആയിരിക്കത്തില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പല തീരുമാനങ്ങളുമായി ആൾ എടുക്കുന്നത്. ഒപ്പം നമ്മൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആളൊരു ബിസിനസ്മാനാണ്, എപ്പോഴും ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലിയോ പറഞ്ഞതുപോലെ ഈ ഗാസൻ ജനതയുടെ പേര് പറഞ്ഞ് നിരവധി രാജ്യങ്ങളുടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നികുതി പണമാണ് അവിടേക്ക് ഒഴുകുന്നത്. അത് ഗാസയിലെ പാവപ്പെട്ടവരുടെ പുനരുദ്ധാരണത്തിനാണ് എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നതെങ്കിലും ഇതെല്ലാം പോകുന്നത് ഹമാസിന്റെ കരങ്ങളിലേക്കാണ്, ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുത്താനാണ്. അത് കൃത്യമായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രംപ് കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ ഒരു മുദ്രാവാക്യം മേക്ക് ഗാസ ഗ്രേറ്റ് അഗെയിൻ എന്ന രീതിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടായിരിക്കാം ട്രംപ് എന്ന ഒരു ബിസിനസ്മാൻ, ട്രംപ് എന്ന ഒരു കണ്ണിങ് ഒരു പൊളിറ്റീഷ്യൻ എന്നുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം, ആ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും?
ഒന്ന് ഈ നമ്മൾ ഗാസയെക്കുറിച്ച് പെർട്ടിക്കുലർലി പറയുമ്പോൾ ഗാസ ആ പ്രദേശം വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് കിടക്കുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ലെവൻസ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ചരിത്രപരമായി എല്ലാ കാലത്തും ഈ ഏരിയകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ട്രംപിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന അദ്ദേഹം ബിസിനസ്മാനാണ്. ഇപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് എടുത്ത എല്ലാ തീരുമാനങ്ങളും ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. എല്ലാ തീരുമാനങ്ങളും ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പം ഗ്രീൻലാൻഡ് കാര്യം എടുക്കുക. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ അവിടെ കൃത്യമായിട്ട് അവിടെ റയർ എർത്ത് മിനറൽസ് ഒരുപാട് അവിടെ എക്സ്കവേഷൻ നടത്താനും ഖനനം ചെയ്യാനുമുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. വലിയ ബിസിനസ് സാധ്യതയാണ് കിടക്കുന്നത്. ഡെൻമാർക്കിനെ സംബന്ധിച്ച് അതൊന്നും ചെയ്യൽ സാധ്യമല്ല. അവരെ സംബന്ധിച്ച് അവരത് ചെയ്യുന്നില്ല. രണ്ട്, ഉക്രൈൻ്റെ കാര്യം എടുക്കുക. ഉക്രൈനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം, യുദ്ധത്തിന് പൈസ തരാം, പക്ഷേ ഉക്രൈനിൽ ഖനനം നടത്താനുള്ള അനുമതി വേണം. അവിടെ ലിഥിയത്തിൻ്റെയൊക്കെ വളരെ വലിയ നിക്ഷേപമാണ്. അത് ഖനനം നടത്താനുള്ള അനുമതി വേണം. വെറുതെ പൈസ തരാൻ പറ്റിയല്ല. എന്നുവെച്ചാൽ അന്നേരം ഇത് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയായിട്ട് കണക്ട് ചെയ്യണം. ചൈനയായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ചൈന അമേരിക്കയ്ക്കെതിരെ പെട്ടെന്ന് തിരിച്ചടിച്ചത് ഏത് വഴിക്കാണ്? ചൈനയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും റയർ എർത്ത് മിനറൽസ്, ലിഥി അടക്കമുള്ള സാധനങ്ങൾ ഒരുപാട് ഇറക്കുമതി ചെയ്ത്. കാരണം ഇന്നത്തെ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന അത് നിർത്തി കഴിഞ്ഞാൽ പല രാജ്യങ്ങളും വെട്ടിലായി പോകുന്ന അവസ്ഥയാണ്. കാരണം ലാപ്ടോപ്പ് അടക്കം മൊബൈൽ അടക്കമുള്ള പല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനടക്കം ഈ സാധനം ആവശ്യമാണ്. അപ്പോൾ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിയെ അവർക്ക് ഒരു 100 yearsൻ്റെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പതിയെ പല രാജ്യങ്ങളിലും പലയിടത്തും പോർട്ടുകൾ അവർ ചെയ്യുന്നു. അതുപോലെ തന്നെ പല പോർട്ടുകളും അവർ ഫണ്ട് മുടക്കി വികസിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപാട് മുന്നോട്ട് കണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഗാസയെ പർട്ടിക്കുലർലി എടുക്കും, അല്ലെ ഉക്രൈനെ പർട്ടിക്കുലറായിട്ട് എടുക്കുമ്പോഴൊക്കെ നമുക്ക് അത് മാത്രമായിട്ട് തോന്നും. പക്ഷേ അവരുടെ ഓവറോൾ അജണ്ട എന്ന് പറയുന്നത് ചൈനയെ കൗണ്ടറായിട്ട് വരും കാലങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ ആധിപത്യം കൊടുക്കുന്നുണ്ട്. കാരണം ഗ്രീൻലാൻഡ് അടക്കമുള്ള യുക്രൈൻ അടക്കമുള്ള അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ കടന്നു വരികയും ഇവർക്ക് ഭൂമിയിൽ ഖനനം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ വളരെ വലിയ ബൂസ്റ്റപ്പാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ഇനി ഇവിടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഗാസ ആ മേഖലയിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്നതിന് മുൻപ് ഇന്ത്യ ഈ G20 സബ്മിറ്റിലൊരു പ്രപ്പോസൽ വെച്ചിരുന്നു. എന്ന് വെച്ചാൽ അതുവഴി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന് പറയുന്നത് അത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു പ്രപ്പോസലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗുജറാത്തിൻ്റെയും മുംബൈയുടെയും തീരങ്ങളിൽ നിന്ന് നേരെ ഒരു കപ്പൽ പാത പോകുന്നു. അത് UAE എത്തുന്നു. UAE നിന്ന് അത് റെയിൽ മാർഗം, റോഡ് മാർഗം അത് നേരെ ഇസ്രായേലിലേക്ക് എത്തുന്നു. ആ മാർഗം ഇസ്രായേലിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അത് നേരെ ഗ്രീസിനെ കണക്ട് ചെയ്ത് യൂറോപ്പിലേക്ക് എത്തുന്നു. ഒരു വാണിജ്യപാത. ഇത് വളരെയധികം പ്രൊമോട്ട് ചെയ്തതാണ്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളിലേക്കും കടക്കുന്ന സമയത്താണ് ഇസ്രായേലും ഹമാസും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അങ്ങനെ അതവിടെ നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായിരുന്നു. പക്ഷേ അത് ഇനി വളരെ വലിയ ജീവൻ വയ്ക്കുമെന്നുള്ളത്. അത് ജീവൻ വയ്ക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈന സിൽക്ക് റൂട്ട് അടക്കമുള്ള അതുപോലെ ബെൽറ്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് അടക്കമുള്ള പ്രവൃത്തികളിലൂടെ ചൈന ഒരു റോഡ് നിർമ്മിച്ച് ഇതുപോലെ പോകുന്നുണ്ട്. വെച്ചാൽ അത് തുർക്കി വഴിയാണ് നേരെ ചെയ്യുന്നത്. അത് കസാഖിസ്ഥാൻ ആ ഏരിയയിൽ കൂടെ പോയിട്ട് തുർക്കി വഴി ചെയ്ത് അസർബൈജാൻ അടക്കമുള്ള അതിലെ പോയി തുർക്കി വഴി യൂറോപ്പിനെ കണക്ട് ചെയ്യുന്നത് വലിയൊരു പാതയാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഈ ഇറാൻ്റെ മേഖലയിൽ കൂടിയും അത് കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ചൈന ഈ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുമ്പോഴാണ് ഇത് സമാന്തരമായിട്ടുള്ള മറ്റൊരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പാത ഇവിടെ തുറന്നു വരുന്നത്. എന്ന് വെച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ലോങ് ടേം പ്ലാനിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ചൈനയെ കൗണ്ടർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ ട്രംപ് വന്നതിന് ശേഷം ട്രംപിൻ്റെ എല്ലാ പദ്ധതികളോടും ഇന്ത്യ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ത്യക്ക് വളരെ വലിയ ബെനഫിറ്റാണ് ഉണ്ടാകുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് അറിയാം ഇനി ഒരുപാട് കാലം ഈ എണ്ണ കൊണ്ട് മാത്രം ഓടാൻ പറ്റിയല്ല. അവർ അതിനുള്ള കരുക്കളാണ് പലപ്പോഴും നീക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തീവ്രവാദികളെ എന്തുകൊണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പലപ്പോഴും ഇതാണ് അതിൻ്റെ പ്രധാന ഫാക്ടർ. കാരണം അവർക്ക് ഇങ്ങനെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് ഇനി പോകാൻ സാധ്യമല്ല. കാരണം എണ്ണയുടെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരില്ലാതായി പോകും. പഴയ കാട്ടറബി സംസ്കാരത്തിലേക്ക് ആ ഒരു എക്കണോമിക്കലായിട്ട് അങ്ങനെ അങ്ങ് മാറേണ്ട അവസ്ഥ വരും. പക്ഷേ അതിനവർ തയ്യാറല്ല. അവർ മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ആ രീതിയിൽ ബിസിനസ് പരമായിട്ട് അവർ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ അവർ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ അതുപോലെ തീവ്രവാദികളെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പാത വരുന്നതോടുകൂടി അവർക്കും സൗദി അറേബ്യ അടക്കമുള്ള UAE അടക്കമുള്ള അവർക്കും വളരെ വലിയ ബെനഫിറ്റാണ് ഇതിനുള്ളിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഗാസയിലേക്ക് തന്നെ നേരെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഈ ഗാസയിലെ
ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഗാസ, ഒന്നാമത്തെ കാര്യം ഇസ്രായേലിനും അതിന്റെ ചുറ്റും കിടക്കുന്ന ഇപ്പം ഈജിപ്ത് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും സൗദി അറേബ്യ അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഈ ഗാസയിലെ തീവ്രവാദത്തോട് താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം അവരുടെ വികസനത്തിന് വളരെ വലിയ തടസ്സമാണ്. ഇപ്പോൾ ഇസ്രായേലിന് തന്നെ അവരുടെ അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അടക്കമുള്ള ധാരാളമുള്ള കാര്യങ്ങൾ വന്ന് വികസനത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇതുപോലൊരു മരണം വന്ന് തലേ വീഴുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെയും കൂടെ ദേഷ്യം തീർത്താണ് അവർ പലപ്പോഴും ഗാസയിലെ അവരുടെ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യം കൂടെ അവർ തീർത്ത രീതിയിലാണ് അവിടെ ആക്രമണം നടത്തി ഒന്നുമില്ലാതാക്കിയേക്കുക. അപ്പോൾ ഗാസ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു വളരെ മലീമസമായിട്ടുള്ളൊരു സ്പോട്ടായിട്ട് ഗാസ അവിടെ മാറിയേക്കാണ്. കാരണം ഈ ഒരു ആസ്പെക്റ്റിൽ, ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ അവിടെ അങ്ങനെ ആയി മാറിയേക്കാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ അവിടെ നിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന വികസനം വളരെ വലിയ വികസനമാണ്. ട്രംപ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ആര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ആര് ഇവരെ ഈ ഗാസയിലെ ജനങ്ങളെ മാറ്റാൻ അവരെ പാർപ്പിക്കാൻ ആര് തയ്യാറാകുന്നു അവർക്ക് എക്കണോമിക്കലായിട്ട് വളരെ വലിയ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അതിനുള്ളിൽ. അങ്ങനെ വരുമ്പോൾ ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും എക്കണോമി എന്ന് പറയുന്നത് വളരെ കഷ്ടത്തിലാണ്. അവർക്ക് ഇപ്പോൾ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ബാങ്കുകൾ, വേൾഡ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ കൊടുക്കുന്ന ഈ ലോണിലൊക്കെയാണ് അവരുടെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഉള്ളൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അവരിപ്പോൾ എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറഞ്ഞ് പല ഈ ഇസ്ലാമിക് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞാലും എല്ലാം മണി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ആളുകളെ മാറ്റുന്നത് ബെനഫിഷ്യൽ ആണെങ്കിൽ ഇവരെല്ലാം സമ്മതിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ട്, ജോർദാനും ഈജിപ്തും സമ്മതിക്കും എന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഇസ്രായേലിന് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികളെ കഴിഞ്ഞും വലിയ തലവേദന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിലെ ഫാർ റൈറ്റ് ആയിരുന്നു. എന്നാൽ ഇസ്രായേലിലെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാർ റൈറ്റ് ആയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ തലവേദന. അവർ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൊരു മാർഗ്ഗമുള്ളൂ പറഞ്ഞോട് കൂടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലവേദന ഒരു പരിധിവരെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് സമ്പൂർണ്ണ സമ്മതമായിരിക്കും. പിന്നെ ഈ മേഖലയിൽ അങ്ങനെ വന്നാൽ വളരെ വലിയ വികസനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈജിപ്തിൻ്റെ അടുത്തിരിക്കുന്ന ഈ സീനായി ആ ഭാഗങ്ങളെല്ലാം വളരെ വലിയ വികസനത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രാറ്റജിക്കായിട്ട് ഇവിടെ നമുക്കറിയാം ഈ സൂയസ് കനാൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടേക്ക് അമേരിക്കയുടെ നിയന്ത്രണം ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ഈ മേഖലയിലെല്ലാം അമേരിക്കയുടെ ഒരു ബേസ് അടക്കമുള്ളവ വന്ന് വലിയ നിയന്ത്രണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് കൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഏരിയയുടെ. എന്ന് വെച്ചാൽ ഈ റോമാക്കാരുടെ കാലത്ത്, റോമ സാമ്രാജ്യം ഉണ്ടാകുന്ന കാലത്ത്, ഈ റോമ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഫെനീഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഒരു സാമ്രാജ്യമായിരുന്നില്ല. അവരായിരുന്നു ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ കോസ്റ്റൽ മേഖല മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. അവർക്ക് സൈന്യമുണ്ട്, കപ്പലുകളുണ്ട്, പടക്കപ്പലുകളുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അവർ ബിസിനസ്സുകാരായിരുന്നു. അപ്പോൾ കാരണം ഈ ഏരിയയിലാണ് നമുക്കറിയാം ഈജിപ്ഷ്യൻ സംസ്കാരം, ഗ്രീസിൻ്റെ സംസ്കാരം, ആഥൻസ്, ഗ്രീസ് അടക്കമുള്ളത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആണെങ്കിലും അത് നമുക്കറിയാം റോമാക്കാരുടെ സംസ്കാരം ഇതിനോട് ചേർന്നാണ്, ഈ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ നമുക്കറിയാം, അതും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. പിന്നെ അത് ഗാലിഫേറ്റ് വന്ന സമയത്ത് ആ ഗാലിഫേറ്റ് അല്ല ഈ തുർക്കിയിലെ എല്ലാം ഈ മെഡിറ്ററേനിയൻ കടലാണ്. ഇന്നും യൂറോപ്പാണ് ഏറ്റവും വലിയ ബിസിനസ് ഹബ്ബ്. അന്നേരം ഈ ബിസിനസ് പരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള റൂട്ടാണ് ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ റോമാക്കാരെന്ന് വെച്ചിട്ട് ഈ ഫെനീഷ്യൻസിനെ തകർത്തിട്ടാണ് റോമ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അന്ന് മുതൽ ഈ നമുക്കറിയാം ഈ പിന്നീട് ക്രിസ്ത്യാനിറ്റി വളരുന്നത് തന്നെ നമുക്ക് ഈ കോസ്റ്റൽ മേഖല കേന്ദ്രീകരിച്ചാണ് ക്രിസ്ത്യാനിറ്റി വളരുന്നത്. കാരണം അത്ര അധികം പ്രാധാന്യമുള്ള മേഖലകളായിരുന്നു ഈ കോസ്റ്റൽ മേഖലകൾ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഇസ്ലാമിൻ്റെ അധിനിവേശം ഉണ്ടായപ്പോൾ ഇസ്ലാം സിസിലി അടക്കമുള്ള ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും പിടിച്ചെടുത്തു. അവർ ആധിപത്യം സ്ഥാപിച്ചു. ഈ സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവർ കടന്നു കയറി. അങ്ങനെ വലിയൊരു മേഖല മൊത്തം ഇവരുടെ നോർത്തേൺ ആഫ്രിക്ക മൊത്തം ഇവരുടെ കീഴിലായി. അതിനുശേഷം കുരിശുയുദ്ധം വന്നു. അതെ, കുരിശുയുദ്ധത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മതപരമായി മാത്രം കാണരുത്. ശരിക്കും അതിന് ഇതുപോലുള്ള ഒരു ബിസിനസ് പരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുരിശുയുദ്ധം വഴി പിന്നീട് ഇത് മുഴുവനും ഈ യൂറോപ്പ് തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീടാണ് യൂറോപ്പിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത്. പിന്നീട് ആ കൊളോണിയലിസം അല്ല ഇതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇത്ര തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഗാസ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളങ്ങനെ ചെറിയൊരു കാര്യമായിട്ട് കാണാൻ ഒരിക്കലും കഴിയില്ല. അതുപോലുള്ളൊരു സ്ഥലത്ത് ഇതുപോലെ തീവ്രവാദ പ്രവർത്തനം നടക്കുകയും ലോകത്തിൻ്റെ ബിസിനസ്സിനെ മുഴുവൻ അത് ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ഒരിക്കലും
ഒരിക്കലും ലോകത്തിൽ ഇപ്പം അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഈവൻ ഇസ്രായേൽ ആണെങ്കിലും അതുപോലെ ഈ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളൊന്നും ഈ ഹമാസ് തീവ്രവാദികളെ ഒരു പരിധിക്കപ്പുറം സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാര്യം ഇതാണ്. കാരണം ചരിത്രപരമായി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ ഈ ഇതുപോലുള്ള ഒരു സംഗതി സംഭവിക്കുന്നത് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു ചെറിയ കാര്യം കൂടെ ഇതിൻ്റെ കൂടെയുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ്, ജൂസിനുണ്ട്, ക്രിസ്ത്യൻസിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അങ്ങനെ അത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് ഇതുപോലെയുള്ള ഒരു തീവ്രവാദ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആരും അത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ പറഞ്ഞ പോലെ സമ്പൂർണ്ണമായ ഉന്മൂലനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അത് മുസ്ലിംസിൻ്റെ അടക്കം ആവശ്യമാണ് ഈ ഹമാസ് തീവ്രവാദികളെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഈ ഹമാസ് തീവ്രവാദികളെ ഇസ്രായേലിൻ്റെ ആഗ്രഹം പോലെ സമ്പൂർണ്ണമായി അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. യെസ്, അത് കറക്റ്റാണ്. ഒപ്പം തന്നെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനാരിയോയാണ് അവിടെ നിലനിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാനും സാധിക്കില്ല. ഒപ്പം നമുക്ക് ട്രംപിൻ്റെ ഈ ഒരു നിലപാട് കാണുമ്പോൾ ഇതെങ്ങനെ നടപ്പാക്കും എന്നൊരു സംശയം ചിലപ്പോൾ ലോക ജനതയുടെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. പക്ഷേ റോബിൻ പറഞ്ഞൊരു ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്, ട്രംപ് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു ബൈറ്റും ഇട്ട് കൊടുക്കും. അതായത് ഒരു കൊളുത്തും ഇട്ട് കൊടുക്കും. അവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി ഉണ്ടാവും, ഒപ്പം തന്നെ ചെറിയൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാവും. പലരും ഈ പറയുന്ന അവരുടെ പോസിറ്റീവ് വശത്തെ നോക്കിയിട്ട് ചിലപ്പോൾ ആ ഒരു തീരുമാനത്തോട് കീഴ്വഴങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഗാസയിലെ ജനതയെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ഹമാസ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിഭാഗം. രണ്ട്, ഈ ഹമാസിനെ വലിയ ഹീറോ ആയിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ഇനി ഗാസ അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ ഭാവി ശരിക്കും നിശ്ചയിക്കേണ്ടത് ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ്. ഹമാസ് അല്ല, ഗാസയിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ്. നമുക്ക് ഇസ്രായേൽ എന്തുകൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു നിലപാടിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു? ഈ ഒക്ടോബർ 7 തുടങ്ങിയ ആ ഒരു യുദ്ധം, ഗാസ എന്ന് പറയുന്നത് അല്ലേ വളരെ ഇടുങ്ങിയൊരു പ്രദേശമാണ്, വളരെ 40 കിലോമീറ്റർ മാത്രം ഒരു ചുറ്റളവുള്ള ഒരു പ്രദേശം. ഇത്രത്തോളം വ്യോമാക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞിട്ടും നമ്മൾ ഈ ഹോസ്റ്റേജ് റിലീസിൻ്റെ ഒക്കെ ഒരു സമയത്ത് നാം കണ്ടു എത്രമാത്രം ഹമാസ് ഭീകരരാണ് ആയുധങ്ങളും തോക്കുകളും ഒക്കെ ധരിച്ചുകൊണ്ട്. അതായത് അവർ തങ്ങളുടെ ഒരു പ്രതാപ കാലഘട്ടത്തിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ. അപ്പോൾ ഇവർ എവിടെയായിരുന്നു? ഈ തുരങ്കങ്ങളിലും അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ ഇവർ ഒളിച്ചു കഴിയുന്നുണ്ട്. ഈ ഗാസയെ സംബന്ധിച്ച് മറ്റൊരു കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, മറ്റ് പല ഇടങ്ങളിലെ പോലെയല്ല ഗാസയിലെ അവസ്ഥ. മറ്റ് പല ഇടങ്ങളിൽ ഇപ്പോൾ തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ ഭീകരർക്കെതിരെ ഒരു പർട്ടിക്കുലർ ഒരു സ്പോട്ടിലേക്കുള്ള ഒരു അറ്റാക്ക്, അവിടെ ഭീകരർ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ ജനങ്ങളും ഈ ഭീകരരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞ ഈ പാലസ്തീനികളുടെ ഒരു വോളണ്ടറി ആയിട്ടുള്ള അവിടെ നിന്നുള്ളൊരു പലായനത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ നിൽക്കുന്നത്. അതായത് ഒരു ജനത്തെ ഒഴിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ഗാസയെ ഒരു നേരെ ചൊവ്വയാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് വളരെ നിർണായകമായ പ്രാധാന്യമുണ്ട്. ഈ ഗാസയ്ക്ക് വേണ്ടി കരയുന്നവരുടെ കണ്ണുനീര് ആത്മാർത്ഥമായിരുന്നോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാടിന് വേറൊരു അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഈ പീസ് ചർച്ചകൾ, അതായത് സീസ് ഫയറിൻ്റെ ചർച്ചകൾ പുനരാരംഭിക്കാതിരിക്കുകയാണ്. ബന്ദികൾ 10-60ഓളം പേര് ഇപ്പോഴും ഗാസയിലെ ഹമാസിൻ്റെ തടവിലാണ്. അപ്പോൾ അവരുടെ സുരക്ഷിതമായ ഒരു മോചനം മുമ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക്, ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ഈ ഹമാസിൻ്റെ ഒരു മറുപടി, അത് സുരക്ഷിതമായിട്ട് ഈ കാര്യം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ ബാക്കിയുള്ള ബന്ദികളെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുന്നതിന് ഈ ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ചർച്ച അത് സാധ്യമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗാസയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ പാലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഡെസേർട്ടുകൾ ഇങ്ങനെ കിലോമീറ്ററുകൾ കണക്ക് കിടക്കുകയാണ്. അപ്പോൾ പക്ഷേ ഹമാസ് അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. ഹമാസ് അവിടെ ആ ശക്തിയോട് തന്നെ അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ 200ഓളം പാലസ്തീനിയൻ തടവുകാരെ മോചിപ്പിച്ചു. കൊടും ക്രിമിനൽസ്, ഇസ്രായേലിനെതിരെ മുൻപ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവർ വരെ അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവർ വന്ന് മറ്റ് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്ത് ഇനി നടപ്പിലാക്കുക എന്നുള്ള ഒരു ആശങ്ക ഇസ്രായേലിനുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞായിരിക്കും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും തുല്യ പങ്കാളിത്തത്തിൽ ഉരുത്തിരിഞ്ഞ പുതിയ ഒരു ആശയം. ഒരുപക്ഷെ സമകാലിക ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ്, ഒരു പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം മൂലം ചങ്കിടിപ്പ് കൂടുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് മാത്രമായിരിക്കും.
ഗാസയുടെ ഒരു വികസനം സ്വപ്നം കാണുന്നവർ ഒരു കാരണവശാലും ഈ ഒരു തീരുമാനത്തെ എതിർക്കാനുള്ള ഒരു സാധ്യത നാം കാണുന്നില്ല. ഒപ്പം തന്നെ ഈ ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ചവരുടെ നിലവിളി ആത്മാർത്ഥമായിരുന്നോ എന്നത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദത്തെ പാലൂട്ടി വളർത്തിക്കഴിഞ്ഞാൽ, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ, തീവ്രവാദത്തെ പിന്തുണച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിനുണ്ടാകുന്ന ദുരവസ്ഥയുടെ വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ് ഇന്ന് ഗാസ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു തീരുമാനം ആ ഒരു മേഖലയിൽ സമാധാനം കൊണ്ടുവരട്ടെ, വികസനം കൊണ്ടുവരട്ടെ, ലോക സമാധാനത്തിലേക്കുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായി ഈ ഒരു തീരുമാനം മാറട്ടെ എന്ന ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.